ലോഞ്ച് കൺട്രോൾ നോക്കാം. ഓപ്പൺ റോഡ് ഷിഫ്റ്റർ വരുന്നുണ്ട്, ഓട്ടോ ബ്ലിപ്പർ വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ ട്രാക്ഷൻ കൺട്രോൾ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി നമ്മുടെ 3rd ജനറേഷൻ ലൂപ്പ് 390 ആണ്. പുതിയ എഞ്ചിൻ വരുന്ന, പുതിയ സസ്പെൻഷൻ വരുന്ന, കംപ്ലീറ്റ്ലി എൻറ്റയർലി ന്യൂ വരുന്ന ഒരു പുതിയ വണ്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമുക്കിനി ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഫ്രണ്ട് നമ്മൾ നോക്കുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന പുതിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കേട്ടോ. കണ്ടില്ലേ, ആ വണ്ടിയുടെ നേരത്തെ ആണെങ്കിൽ ഒരു 3 pack ആയിട്ടുള്ള ഒരു LED യൂണിറ്റ്സ് ആയിരുന്നു വന്നേക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അത് മാറിയിട്ട് 2 സെക്ഷൻ ആയിട്ട് വരുന്ന ഒരു LED യൂണിറ്റ്സ് കേട്ടോ. നേരത്തെ ആ 390 ആയിട്ട് സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഐഡൻറ്റിക്കലാന്ന് പറയാം, പക്ഷേ എന്നാലും ഡിഫറെൻ്റ് ആണ്. ഇത് ചെറിയ 2 DRL വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ DRL വന്നേക്കുന്ന കൗള് നമുക്ക് ഊരി മാറ്റാം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് സെറ്റപ്പ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ഫ്രണ്ടിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 110/17 R17 ടയേഴ്സ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. റേഡിയൽ ടയേഴ്സ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മുടെ ആദ്യത്തെ RC 390-ലും RC 200-ലും ഒക്കെ കണ്ടേക്കുന്ന ഡിസ്ക് റോട്ടേഴ്സ് ഇല്ല, അതാണ് ഇതിനകത്ത് വന്നേക്കുന്നത് കേട്ടോ. ഇതിനകത്തുനിന്ന് ഏകദേശം 1 കിലോ ആണ് ഈ ഡിസ്കിൻ്റെ ഇതിനകത്തുനിന്ന് വെയിറ്റ് കുറച്ചേക്കുന്നത്. ഇതിൻ്റെ അൺസ്പ്രിങ് വെയിറ്റ് ഇപ്പം കുറഞ്ഞപ്പോൾ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഓടിക്കുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഈ കാലിപ്പേഴ്സിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ, ഇതിനകത്ത് ഇപ്പം പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന ആ ഡിസൈൻ ലാംഗ്വേജാണ് ഇതിനകത്ത് ഇപ്പോൾ വന്നേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന ടൈമിൽ 43mm WP-യുടെ അപ്പെക്സിൻ്റെ യൂസ്ഡ് ഫോർക്കും കാര്യങ്ങളും ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. മെക്സ്ലറിൻ്റെ ടയർ കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. എനിക്ക് നമ്മൾ സൈഡിലേക്ക് നോക്കുന്ന ടൈമിൽ ഈ ഒരു ഫിങ്സ് വന്നേക്കുന്നുണ്ടല്ലേ, ഇത് അത്യാവശ്യം നമ്മുടെ 250 വെച്ച് നോക്കുന്ന ടൈമിൽ ഇത് അത്യാവശ്യം വലിയൊരു ഫിങ്സ് കേട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളും ഉണ്ടോ ഇത് കേട്ടോ, ഇത് കാണാനായിട്ട്. ഇത് ഇവിടെ ആണെങ്കിൽ ഡ്യൂക്ക് എന്ന് എഴുതിയപ്പോൾ ഉണ്ട്, ഇത് ഇവിടെ 390 എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. ഈ അത്യാവശ്യം വലിയൊരു വിങ്സ് വന്നേക്കുന്നതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ എയർ ഫ്ലോയ്ക്കും എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ചെറിയൊരു എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേപ്പോൾ ഉണ്ട് കേട്ടോ. ഇവിടെ ബാക്കിലത്തെ മോണോഷോക്കോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അതെല്ലാം ഞാൻ കാണിച്ചു തരാം എന്താന്ന്. നമ്മുടെ മോണോഷോക്ക് ആണെങ്കിൽ ഇവിടെ കേട്ടോ വന്നേക്കുന്നത്. ഇത് ഓപ്സെറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മുടെ മോണോഷോക്ക് നോക്കുന്ന ടൈമിൽ WP-യുടെ അപ്പെക്സിൻ്റെ മോണോഷോക്ക് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മൾ ബാക്കിലത്തെ ടയർ നോക്കുന്ന ടൈമിൽ 150/60 R17 ടയേഴ്സ് കേട്ടോ ബാക്ക് വന്നേക്കുന്നത്. അത് റേഡിയൽ ടയേഴ്സാണ് വന്നേക്കുന്നത്. ഇതും മെക്സ്ലറിൻ്റെ ടയേഴ്സ് തന്നെ വന്നേക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ടെയിൽ കണ്ടില്ലേ, ടെയിൽ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ഈ ടെയിലിനാണെങ്കിൽ 2 ഇതായിട്ട് വന്നേക്കുന്നത്. സാധാരണ നമ്മൾ നേരത്തെ 390-ക്കകത്ത് ടെയിൽ പൊട്ടിപ്പോകുന്ന സീനുണ്ടായിരുന്നു, അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇതിനൊരു കവറിങ് പോലാണെങ്കിൽ ഇവിടെ ഒരു ഇത് കൊടുത്തേപ്പോൾ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഗ്രാബ് റെയിലും കണ്ടില്ലേ, അത്യാവശ്യം നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബ് റെയിൽ കേട്ടോ. പിന്നെ സീറ്റിൻ്റെ ഒരു കംഫോർട്ടൊക്കെ നോക്കുന്ന ടൈമിൽ കുഴപ്പമില്ലാത്തൊരു സീറ്റാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള സീറ്റ് തന്നെ ഇത്. പിനിയൻ സീറ്റ് നോക്കിയാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ലോണം ഇരിക്കാൻ പറ്റും. പക്ഷേ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള സീറ്റ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ വേരിയൻറ്റിനകത്ത് ചെറിയൊരു സാരി ഗാർഡ് സെറ്റപ്പും വന്നേപ്പോൾ ഉണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ TFT സ്ക്രീൻ ഒന്ന് നോക്കാം കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന്. സൈഡ് സ്റ്റാൻഡ് വേണമെങ്കിൽ കാണിക്കുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് നമുക്ക് തട്ടാം. കിൽ സ്വിച്ചിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. കിൽ സ്വിച്ച് നമുക്ക് ഓണാക്കാം. നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ സൈഡ് നോക്കുന്ന ടൈമിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലെവലിൽ തോന്നിക്കുന്ന ഒരു കിൽ സ്വിച്ച് കേട്ടോ വന്നേക്കുന്നത്. കിൽ സ്വിച്ച് ഓണ്, ഇവിടെ ആണെങ്കിൽ സ്റ്റാർട്ടർ സ്വിച്ച്. നമ്മുടെ സസ്പെൻഷൻ നോക്കുന്ന ടൈമിലാണെങ്കിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ യൂണിറ്റ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ് സൈഡ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുന്ന ടൈമിൽ ഇവിടെ ഒരു ഹസാർഡ് സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്, ഡിമ്മ്, ബ്രൈറ്റ്, പാസ്. ഇവിടെ വന്നേക്കുന്ന സ്വിച്ച് നോക്കുന്ന ടൈമിൽ ഇത് നാവിഗേറ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളും കേട്ടോ ഈ വന്നേക്കുന്നത്. മോട്ടോർ സൈക്കിളിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ റൈഡ് മോഡ് വന്നപ്പോൾ ഉണ്ട്. എത്ര റൈഡ് മോഡ് ഉണ്ടെന്ന് നോക്കാം. ട്രാക്ക്, ട്രെയിന്, സ്ട്രീറ്റ്, ഇങ്ങനെ 3 റൈഡ് മോഡാണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ സൂപ്പർ മോട്ടോ മോഡും വന്നപ്പോൾ ഉണ്ട്, അത് ABS-നകത്താണ് കാണിച്ചേക്കുന്നത്. കിടക്കുന്ന റോഡിനകത്താണ്. സൂപ്പർ മോട്ടോ ഉണ്ട്, ബാക്ക് ABS നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാക്ഷൻ കൺട്രോളും വന്നപ്പോൾ ഉണ്ട് ഇതിനകത്ത്.
ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും കേട്ടോ. അതും കുഴപ്പമില്ല, ഓണായി കിടക്കട്ടെ. പിന്നെ ആണെങ്കിൽ ലോഞ്ച് കൺട്രോൾ വന്നേപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ ലോഞ്ച് കൺട്രോൾ. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു 3 സ്റ്റേജ് ഗൈറോസ്കോപ്പിക് സെൻസർ കേട്ടോ വന്നേക്കുന്നത്. അതെല്ലാം അനുസരിച്ചാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ECU ആണ് ഇതിനകത്ത് എത്രയും പവർ കൊടുക്കണം അങ്ങനെ ഉള്ളതൊക്കെ ഇത് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ TFT ഡിസ്പ്ലേ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സായിട്ടൊന്നുമില്ല, ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിനകത്ത് TFT ഡിസ്പ്ലേ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രയംഫിലെ ടൈഗറിനകത്തൊക്കെ കണ്ടേക്കുന്ന ഒരു TFT ഡിസ്പ്ലേ കേട്ടോ. പിന്നെ നമ്മൾ കീ വന്നേക്കുന്നത് ഇവിടെ കേട്ടോ. നമുക്ക് ഓടിക്കുന്ന ടൈമിലാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ നോക്കാം എങ്ങനെയാണെന്നൊക്കെ. ഇത്രയൊക്കെ തന്നെയുള്ളൂ, നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.5 കേട്ടോ. അത് വെച്ചിട്ട് എനിക്ക് 2 സൈഡും കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ട് കേട്ടോ. നോക്കിയോ, ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് ഒരു 800 mm കേട്ടോ. ഇനി നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ ജസ്റ്റ് എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. ഇതിനകത്തൊരു അണ്ടർബെല്ലി എക്സോസ്റ്റ് കേട്ടോ വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു ബൈക്ക് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒരു ബമ്പി റോഡിലൊക്കെ ഓടിക്കുന്ന ടൈമില്ലേ സസ്പെൻഷൻ വലുതായിട്ട് ഹാർഡായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇരിക്കുന്നതുകൊണ്ട് ഇതൊരു മിഡ് സെറ്റിങ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു ഫാക്ടറി സെറ്റിങ്സിൽ ഇരിക്കുന്ന സസ്പെൻഷൻ കേട്ടോ. ഇപ്പം വലിയ കുഴപ്പമില്ല, എന്നുവെച്ചാൽ വലിയ ഹാർഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. വണ്ടിയുടെ റൈഡ് ഫീൽ എന്നൊക്കെ പറയുന്നതേ, വണ്ടി എപ്പോഴും റഫ് ഹാപ്പി ആയിട്ടുള്ള ഒരു എഞ്ചിൻ കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ പഴയ 390 കണ്ടിട്ടില്ല, എന്നുവെച്ചാൽ നമുക്ക് ലോവർ ഗിയേഴ്സ് അധികം ഓടിക്കാൻ പറ്റത്തില്ല വണ്ടി. എന്നുവെച്ചാൽ നമുക്ക് നല്ല വൈബ്രേഷനും കാര്യങ്ങളും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു റൈഡിങ് സ്റ്റാൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ഫ്രണ്ടിലോട്ട് ഒരു പൊടിക്ക് ലീനുണ്ട് കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നമില്ല. നമ്മൾ സ്പോർട്സ് ബൈക്കിലും ഇതിൻ്റെ RC-യിലൊക്കെ കണ്ടു വന്നേക്കുന്ന പോലെ അത്രയ്ക്ക് ലീനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഒരു പൊടിക്ക് ഫ്രണ്ടിലോട്ട് ചെറിയ ലീനുണ്ട്. നമ്മുടെ ഫുഡ് പേക്ക് വരുന്നത് ടിപ്പിക്കൽ KTM വരുന്ന പോലെ നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് താഴത്ത് തന്നെ കേട്ടോ വന്നേക്കുന്നത്. ഞാനിപ്പം പോകുന്ന ഒരു 3000 RPM 3ാമത്തെ ഗിയറിലാണ് കേട്ടോ. അത്യാവശ്യം ടാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് വൈബ്രേഷൻ തോന്നുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ചെറിയ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ചെറിയ രീതിക്ക് ഒരു വൈബ്രേഷനും കാര്യങ്ങളും തോന്നുന്നുണ്ട്. എൻജിൻ ഭയങ്കര എനർജറ്റിക് കേട്ടോ. നമ്മുടെ BS4 നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ എൻജിന്. എന്നുവെച്ചാൽ നമ്മുടെ പഴയ BS3യുടെ ഒരു റോനെസ്സും പുതിയ BS4 BS6 KTMൻ്റെ ഒരു റിഫൈൻമെൻറ്റും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. വണ്ടി കൊള്ളാം കേട്ടോ. വണ്ടി ഭയങ്കര നിമ്പിളാണ്. വണ്ടി ഭയങ്കര അജയിലായിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുത്തിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു വണ്ടിയാണ്. വണ്ടിയുടെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നതേ ശരിക്കും നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു എൻജിനാണ് കേട്ടോ. എന്നുവെച്ചാൽ ആ BS3യുടെ അത്ര ഒരു റോനെസ് ഇതിനകത്തില്ല. അന്നെങ്കിൽ പോലും വണ്ടി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ BS എമിഷൻ നോംസൊക്കെ വരുമ്പോൾ വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനിപ്പോൾ അങ്ങനെയില്ല. കണ്ടില്ലേ, വണ്ടി സിമ്പിളായിട്ടാണ് കേട്ടോ കയറുന്നത്. നമുക്ക് ക്ലച്ചിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ക്ലച്ച് നോക്കുന്ന ടൈമിൽ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ചാട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഒരു തരത്തിലുള്ള ഹാർഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. പിന്നെ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, ഷിഫ്റ്റർ വരുന്നുണ്ട്, ഓട്ടോ ബ്ലിപ്പർ വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റിങ് ചെയ്യാം, ഡൗൺ ഷിഫ്റ്റിങ് ചെയ്യാം കേട്ടോ. കിക്ക് ഷിഫ്റ്റിനെ പറ്റി പറയുന്ന ടൈമിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഓടിച്ച RTR 310 ഇല്ലേ, അതിൻ്റെ അത്ര ഒരു ബട്ടർ സ്മൂത്ത് ഒന്നും അല്ല ഇത്. ഇത് ചെറിയൊരു ജെർക്കിനെസ് തോന്നുന്നുണ്ട്. നമ്മൾ KTMൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുന്ന ഒരു റഫ്നെസ് ഇല്ല, അത് ഇതിൻ്റെ കിക്ക് ഷിഫ്റ്റിലും നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പ്രീവിയസ് ജനറേഷൻ കിക്ക് ഷിഫ്റ്റിനെ വെച്ച് നോക്കുന്ന ടൈമിൽ ഇത് ഫാർ ബെറ്റർ ആണെന്ന് വേണേൽ പറയാം. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. ആ കാര്യത്തിലൊന്നും യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഞാൻ പോകുന്നത് 5ാമത്തെ ഗിയറിലാണ് കേട്ടോ. ഒരു 48-50 സ്പീഡ് ആ ഒരു സ്പീഡിലാണ് പോകുന്നത്. വലിയ കുഴപ്പമില്ല, നോക്കിയ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളും തോന്നുന്നുണ്ട് കേട്ടോ, അല്ലാതെ നോ ഇഷ്യൂ. പിന്നെ ബ്രേക്ക് ഫീലിനെ പറ്റി പറയുന്ന ടൈമിൽ ബ്രേക്ക് കിഡിലും ബൈറ്റ് കേട്ടോ. ഞാൻ ഓടിച്ചത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്കിംഗ് സെറ്റപ്പ് ഉള്ള ഒരു വണ്ടി കേട്ടോ ഇത്. ഓപ്പൺ റോഡ് കണ്ണടച്ച് തുറക്കുന്ന ടൈം ഉണ്ട് കേട്ടോ വണ്ടി കയറുന്നത്. ലോഞ്ച് കൺട്രോൾ ഒന്ന് നോക്കാം. ലോഞ്ച് കൺട്രോൾ ഓണാക്കാൻ നോക്കിയത് കേട്ടോ, പറ്റുന്നില്ല. 1000 കിലോമീറ്റർ കഴിയണം, അങ്ങനെ ഒരു സീനുണ്ട്. കുഴപ്പമില്ല.
ആ കുഴപ്പമില്ല, ട്രാക്കിൽ തന്നെ കേട്ടോ കിടക്കുന്നത്. നമുക്ക് ഓപ്പൺ റോഡ്. വൈബ്രേഷൻ നോക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ചെറിയ സ്പീഡിലും ചെറിയ RPM-ലും പോകുന്ന ടൈമിൽ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെറിയൊരു 3000 RPM-ലൊക്കെ പോകുമ്പോഴേ ഈ ടാങ്കിൻ്റെ ഇവിടെ നിന്നാണെങ്കിൽ വൈബ്രേഷൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്ന് വണ്ടി കയറി ഒന്ന് റവ് കയറി കഴിയുമ്പോൾ വൈബ്രേഷൻ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വൈബ്രേഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് ടോപ്പ് എൻഡ് എടുക്കുന്ന ടൈമിലാണ് പിന്നെ നമുക്ക് വൈബ്രേഷൻ തോന്നുന്നത് കേട്ടോ. അങ്ങനൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി നോക്കാം. ആ വണ്ടി അവിടെ നിന്ന് കയറിയിട്ടുണ്ട്, നമുക്ക് ഞാൻ കയറി എടുക്കാം. ഇപ്പം ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് ആട്ടോ ചെയ്യുന്നത്. ഹയർ RPM ഷിഫ്റ്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ കുഴപ്പമില്ല. അല്ലാത്ത ടൈമിൽ ചെറിയ ജെർക്കിനെസ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സസ്പെൻഷൻ്റെ ഒരു ഫീൽ എന്നൊക്കെ പറയുന്ന ഇപ്പം സ്റ്റോക്ക് സെറ്റിങ്സിലാണ് കേട്ടോ. എന്നുവെച്ചാൽ ഫാക്ടറി സെറ്റിങ്സിലാണ് ഇപ്പം കിടക്കുന്നത്. അതിൻ്റെ ഒരു ഫീൽ എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല. നമ്മൾ വലിയതായിട്ട് അറിയുന്നില്ല. നമുക്ക് സസ്പെൻഷൻ ഒന്ന് മാറ്റി വെച്ച് നോക്കാം കേട്ടോ. ഗൈസ്, ഞാനിപ്പോൾ സസ്പെൻഷൻ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആക്കി കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ ബമ്പി ആയിട്ടുള്ള റോഡാണ്. സസ്പെൻഷൻ ട്യൂൺ ചെയ്യാനൊക്കെ അത്യാവശ്യം എളുപ്പം കേട്ടോ. ഇപ്പം ചെറിയൊരു വേവ്നെസ് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അഡ്വഞ്ചർ ബൈക്കിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ഇതല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ പുതിയൊരു എൻജിനാണ് കേട്ടോ. LC4C എന്ന് പറയുന്ന പുതിയ എൻജിൻ കോൺഫിഗറേഷൻ കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ LC എന്ന് പറയുന്ന ലിക്വിഡ് കൂൾഡ്, 4 എന്ന് പറയുന്ന 4 വാൾവ്, C എന്ന് പറയുന്ന കോമ്പാക്റ്റ്, അതാണ് ഇതിൻ്റെ. എന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം നല്ല വെയിറ്റ് കുറവാട്ടോ. അലോയ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അൺസ്പ്രിങ് വെയിറ്റ് കുറഞ്ഞ്, എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള അൺസ്പ്രിങ് വെയിറ്റ് ഇതിൽ കുറഞ്ഞപ്പോണ്ട്. അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതെല്ലാം കിഡിലുമായിട്ടുണ്ട്. പിന്നെ ഹീറ്റിങ്ങിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ പഴയ 390 ഹീറ്റ് ചെയ്യുന്ന അത്രയും ഹീറ്റ് ചെയ്യത്തില്ല, എന്നാലും ഹീറ്റ് അടിക്കുന്നുണ്ട്. മെയിനായിട്ട് ഹീറ്റ് അടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗം ഇല്ലയോ, ഇവിടെ ആയിട്ടാണ് കേട്ടോ ഹീറ്റ് വരുന്നത്. ഈ ഒരു കാലിൻ്റെ അവിടെ ആയിട്ടാണ് മെയിനായിട്ട് ഹീറ്റ് അടിച്ച് തുടങ്ങുന്നത്. പിന്നെ അത് മേലോട്ട് കയറി തുടങ്ങും. എന്നുവെച്ചാൽ ഇവിടെ അത്രയും ഭാഗം എൻ്റെ പാഞ്ച് ഇച്ചിരി കൂടെ മേലോട്ട് കയറി കിടക്കുക. അതുകൊണ്ടാണ് എനിക്ക് ആ ഭാഗത്ത് നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹീറ്റ് അറിയാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം നല്ലൊരു ജീൻസൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അധികം ഹീറ്റ് അറിയത്തില്ല കേട്ടോ. പഴയ പ്രീവിയസ് ജനറേഷൻ ഡ്യൂക്ക് 390 വെച്ച് നോക്കുമ്പോൾ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ലോണം ഹീറ്റ് കുറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയേറ്ററും കാര്യങ്ങളും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹീറ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിക്ക് തന്നെ ഇതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നേരത്തെ ആണെങ്കിൽ 390 വന്നുകൊണ്ടിരുന്ന ഒരു 370cc ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത് മാറിയിട്ട് ഒരു 399cc LC4C എന്ന് പറയുന്ന പുതിയൊരു എൻജിൻ കോൺഫിഗറേഷനിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോറിൻ്റെ സൈസിൽ അതിപ്പം കൂട്ടിയപ്പോൾ ഉണ്ട്. അത് കൂട്ടിയിട്ട് അത്യാവശ്യം ടോർക്ക് എയർലി ഉണ്ടാക്കുന്ന രീതിക്കാണ് ഇപ്പം വന്നേക്കുന്നത്. നമ്മുടെ എയർലി തന്നെ പവർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റോക്കിൻ്റെ വലിപ്പം കൂട്ടിയേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, റബ് മാച്ച് ഒക്കെ ചെയ്യുന്ന കണ്ടില്ലയോ? കറക്റ്റ്ലി ആണ് കേട്ടോ ചെയ്യുന്നത്. എഫക്റ്റീവ്ലി നമുക്ക് ആ റബ് മാച്ചിങ് ഒക്കെ കിട്ടുന്നത്. ആ റബ് മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മുടെ സ്ഥിരം പൊട്ടിപ്പൊളഞ്ഞ റോഡ് നമ്മൾ വന്നു കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നേരത്തെ അതുവഴി പോയപ്പോഴേ ഇപ്പം നമ്മളാണെങ്കിൽ ആ സോഫ്റ്റ് സെറ്റിങ്സ് വെച്ചോണ്ട് ഇപ്പം നമുക്ക് വലുതായിട്ട് ഇത് അറിയുന്നില്ല കേട്ടോ. എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സസ്പെൻഷൻ്റെ ഫീൽ എങ്ങനെയാണെന്ന്. എന്നുവെച്ചാൽ ആദ്യം ആ സ്റ്റോക്ക് സെറ്റിങ്സ് വരുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ടൈറ്ററായിട്ടുള്ള ഒരു സസ്പെൻഷൻ കേട്ടോ വരുന്നത്. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ
ഒന്ന് മിഡിൽ സെറ്റിങ്സിലേക്ക് വെച്ച്, അപ്പം കുഴപ്പമില്ല. പിന്നെ കോർണറിങ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത് മാരകം കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ അലോയുടെ ഭാഗത്തുള്ള വെയിറ്റ് ഒക്കെ കുറഞ്ഞ്, അതുകൊണ്ട് ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടി പെട്ടെന്ന് കടത്താൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടി പെട്ടെന്ന് എടുത്തുകൊണ്ട് നമുക്ക് പോകാനും പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ഞാൻ ട്രാക്ഷൻ കൺട്രോൾ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് വലിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. റെയർ വീല് എന്തെങ്കിലും സീനാവുമോ, റെയർ വീല് പാളുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സീനുണ്ടോ നമുക്ക് നോക്കാം. സിഗ്നൽ വീണില്ലല്ലോ. ട്രാക്ഷൻ കൺട്രോൾ ഓഫ്. ഫുൾ വണ്ടി കേട്ടോ. ഞാൻ അതുകൊണ്ട് അധികം അങ്ങോട്ട് ഇതാക്കുന്നില്ല. കണ്ടില്ലേ, സിമ്പിളായിട്ടാ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ഷിഫ്റ്റിനകത്ത് ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇതിൻ്റെ മൈലേജ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 25 to 28 ഒക്കെ ഇതിൻ്റെ ഒരു മൈലേജ് കിട്ടുന്നത്. അത്യാവശ്യം നേരത്തെ നമ്മൾ പൊളിച്ചോടിച്ചില്ലേ, അതേപോലെയൊക്കെ ഓടിക്കുന്ന ടൈമിൽ അത്രയൊന്നും കിട്ടത്തില്ല. ഒരു 80 to ഒരു 18, 22 അത്രയൊക്കെ പ്രതീക്ഷ മതി. ഇങ്ങനെ ഒരു വണ്ടി എടുക്കുന്ന ടൈമിൽ പിന്നെ ആരും മൈലേജ് നോക്കിയിട്ടല്ല എടുക്കുന്നത്. മൈലേജ് യാതൊരു പ്രശസ്തിയില്ല ഈ വണ്ടിക്കകത്ത്. പക്ഷേ ഗൈസ്, നമുക്ക് എപ്പോഴും വണ്ടി തരാറുള്ള നമ്മുടെ കായംകുളം KTM തന്നെയാണ് ഈ തവണ നമ്മുടെ പുതിയ 390 തന്നേക്കുന്നത് കേട്ടോ.